അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനപ്പെട്ട സഹൽ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നി. മഹാന്മാർ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ടവർക്ക് വളരെ ഇഷ്ടപ്പെട്ട് ബഹുമാനപ്പെട്ടവർ നോക്കിയിരുന്ന ഒരു മരമുണ്ടായിരുന്നു, ഒരു തെങ്ങ്. അതിൽ ധാരാളം തേങ്ങകൾ ഉണ്ടാകും. അതിനെ ബഹുമാനപ്പെട്ടവർ വേണ്ടതുപോലെ അതിനെ സൂക്ഷിക്കും. അതിനൊക്കെ വേണ്ടതുപോലെ അതിൻ്റെ എല്ലാ കായ്കളൊക്കെ ബഹുമാനപ്പെട്ടവർ ഭരിക്കും. തൻ്റെ ജീവിതമൊക്കെ അതിലായിരുന്നു ബഹുമാനപ്പെട്ടവർ മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവരുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ജോലിക്കാരനെ ആ മരത്തിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ കയറ്റിയപ്പോൾ അള്ളാഹുവിൻ്റെ ഖളാ എന്ന് പറയാം, അദ്ദേഹം ആ മരത്തിൽ നിന്ന് താഴെ വീഴുകയും അദ്ദേഹം അതോടുകൂടെ മരണപ്പെടുകയും ചെയ്തു. ഇത് ബഹുമാനപ്പെട്ട സഹൽ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിനെ വല്ലാത്ത വിഷമിപ്പിച്ചു. അതോടുകൂടെ ബഹുമാനപ്പെട്ട സഹൽ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, എൻ്റെ ഈ മരം കൊണ്ടാണല്ലോ എൻ്റെ ആ പ്രിയപ്പെട്ട ആ ജോലിക്കാരൻ മരണപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് ഇനി ഈ മരം വേണ്ട എന്ന് പറഞ്ഞ്, ഒരു നല്ല മരത്തിന് മുറിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ ഈ മരത്തിന് നീ ഉണപ്പിക്കണേ, അതിന് ഉണങ്ങിപ്പോവട്ടെ, ഇനി അതെനിക്ക് ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു റബ്ബിനോട് ചോദിക്കുകയാണ്. അത്ഭുതം. മഹാന്മാർ പറയുന്നു, ദ്വാരുന്നതിൻ്റെ കുറച്ച് ദിവസം ആവുമ്പോഴേക്ക് അത്രമാത്രം നല്ല ഫലം നൽകിയിരുന്ന, നല്ല കായകൾ നൽകിയിരുന്ന ആ മരം പെട്ടെന്ന് ഉണങ്ങുകയും അതോടുകൂടെ നശിക്കുകയും ചെയ്തു എന്നും മഹാന്മാർ പറയുന്നത് കാണാം. ഇതിലൂടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ: എന്നെ കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് എത്രമാത്രം അവർ വിഷമിച്ചിരുന്നു, എത്രമാത്രം അവർ ദുഃഖിച്ചിരുന്നു. ഒരാൾക്കും എൻ്റെ കാരണത്താൽ, എൻ്റെ സ്വത്തുകൊണ്ട്, ഞാനുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിനും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട് ആകരുത് എന്നായിരുന്നു മഹാന്മാരുടെ ചിന്ത. അതാണല്ലോ നോക്ക്, എൻ്റെ മരത്തിൻ്റെ കാരണം കൊണ്ടോ എൻ്റെ മരത്തിൽ നിന്ന് അദ്ദേഹം വീഴുന്നത് കൊണ്ടോ ഇനി എനിക്ക് ആ മരം ഉപയോഗിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു വിശാലമായ മനസ്സിൻ്റെ ഉടമയെന്ന് നാം ചിന്തിക്കണം. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതം നാം നേരിട്ട് തന്നെ എത്രയോ ആൾക്കാരെ നാം വിഷമിപ്പിക്കുന്നു, ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അവിടെയെല്ലാം നാം ഗൗരവത്തോട് കാണണം ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ. അതോടുകൂടെ രണ്ടാമത്തത് അവരുടെ ദുആന്റെ ബറക്കത്ത്. ഒരു ദുആ ചെയ്യുമ്പോഴേക്ക് അള്ളാഹു അത് ഏറ്റെടുക്കുകയാണ്. എത്രമാത്രം ദുആക്ക് ഇജാബത്തുള്ള ആൾമാരാണ്. അതേ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ ഒന്ന് കൈയുയർത്തി അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും. ആ സമയത്ത് തന്നെ റബ്ബത് സ്വീകരിക്കുകയാണ്. അതും കൂടിയാണ് ഈ ചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബഹുമാനപ്പെട്ടവരുടെ ആ നല്ല മനസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അവൻ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.